കൊല്ലം റവന്യൂ ജില്ലാ കലോത്സവത്തിന്റെ വേദിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഈ വർഷത്തെ കലോത്സവത്തിന് ഒരു പ്രത്യേകതയുണ്ട്. 5 ഗോത്ര കലകളാണ് നമ്മുടെ ഇന്നത്തെ യൂത്ത് ഫെസ്റ്റിവലിൽ മത്സര വിഭാഗത്തിലിരിക്കുന്നത്. അതിലെ മലയ പുലയാട്ടം ഫസ്റ്റ് നേടിയ കുട്ടികൾക്കൊപ്പമാണ്. ആ കുട്ടികളും മാഷും നമ്മോടൊപ്പം ഉണ്ട്. അവിടെ വിശേഷങ്ങൾ നമുക്ക് പങ്കുവയ്ക്കാം. ഇടുക്കി ജില്ലയിലെ മറയൂർ ആദിവാസികളായ മലപ്പുലയം വിഭാഗത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങളാണ് മലപ്പുലയാട്ടം. ഇത് ആദ്യമായിട്ടാണല്ലോ യൂത്ത് ഫെസ്റ്റിവൽ മത്സര ഇതെങ്ങനെ ഇവരെ പഠിപ്പിച്ചപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? കുട്ടികളും ഇക്കൊല്ലം ആദ്യമായിട്ടാണ് 5 കലകള് ഗോത്രകളിലേക്ക് സ്കൂൾ കലോത്സവത്തിൽ വരുന്നത്. അപ്പം ഇതുവരെ അത് കാണാത്ത, അത് പരിചയപ്പെടാത്ത ഒരു ആൾക്കാർ കളിക്കുമ്പോൾ അതിന്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ഒരുപാടുണ്ടായിരുന്നു. എന്നാലും പരിശീലിപ്പിക്കാൻ എത്ര ദിവസം എടുത്തു? ഒരു 3 ആഴ്ച കൊണ്ട് 3 ആഴ്ച 2 ആഴ്ച. പാട്ടുകളില്ല. എന്തൊക്കെ താളങ്ങളാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്? ഇതൊരു ഡ്രംസ് ആണ്, 3 ഡ്രംസ് ആണ് ഉപയോഗിക്കുന്നത്. ഒരു പരമ്പരാഗത ആദിവാസി ഡ്രംസ് ആയ പിന്നെ കിടിമുട്ടി, അങ്ങനെ കുറച്ച് സാധനങ്ങൾ, ദാസ്, മണി, അങ്ങനെ കുറച്ച് സാധനങ്ങളാണ് ഉപയോഗിക്കുന്നത്. ആ ഒരു താളത്തിന്റെ അനുസരിച്ചിട്ടാണ് ഈ ഡാൻസ് ചെയ്യുന്നത്. കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരം ബംഗളം സ്ഥലത്താണ് ഞാൻ ചെയ്യുന്നത്. മാവിലും വിഭാഗത്തിന്റെ മംഗലം കളി, ഇരുള നൃത്തം, മലപ്പുലയം വിഭാഗത്തിന്റെ മലപ്പുലയാട്ടം, ഇത് 3 വേദികളിൽ ഇപ്പോൾ സ്കൂൾ കലോത്സവവുമായി ബന്ധപ്പെട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കാസർഗോഡ് ജില്ലയിലെ ദുർഗ ഹൈസ്കൂള്, കരിവള്ളൂർ സ്കൂള്, പിന്നെ കൊല്ലം ജില്ലയിലെ 2 സ്കൂൾ തഴവ. ഇല്ല, അങ്ങനെ ജില്ല വരെ വന്നിട്ടുണ്ട്. ഇത് ആദ്യമായിട്ടാണ് സംസ്ഥാനത്തേക്ക് ഇവിടുന്ന് പോകുന്നത്. സംസ്ഥാനത്തേക്ക് ആദ്യമായിട്ട് വരുന്ന ടീം. എന്റെ വല്യച്ഛൻ രാമൻ വല്യച്ഛൻ, മാധവൻ വല്യച്ഛൻ, അവരിലാണ് മംഗലം കളി ആദ്യമായിട്ട് പഠിക്കുന്നത്. ചെറുപ്പകാലത്തില് നമുക്കൊരു ടീമുണ്ട്, ദ്രാവിഡ കലാസമിതി കാസർഗോഡ്. അതിൽ മംഗലം കളി, മുളഞ്ചണ്ട, ഇരുതുകളി, അങ്ങനെ പരമ്പരാഗത നൃത്തരൂപങ്ങൾ പഠിപ്പിക്കുന്നു. അതിനാണ് അവിടുന്നാണ് വല്യച്ഛന്റെ. അത് എന്റെ സുഹൃത്തുണ്ട് ജഗദീഷ് ഏട്ടൻ, അവിടെ മലപ്പുലയം കളിക്കുന്നത്. അങ്ങനെയാണ്, ആ വഴിയാണ് ഈ ഒരു കല എനിക്ക് പഠിക്കാൻ വേണ്ടി പറ്റിയത്. ഈ കല വളരെ ചടുലമായ നൃത്തരൂപമാണ്. കാണികളിൽ ആവേശം ജനിപ്പിക്കുന്ന നല്ലൊരു നൃത്തമാണ്. ഒരു വിഭാഗത്തിന്റെ ഗോത്രകലയാണ്. സുലഭമായി ചെയ്യുന്ന ഒരു അനുഷ്ഠാന കലയാണ്. അതെ. ഇതിനകത്ത് ബേസ് എങ്ങനെ, എന്തെങ്കിലും മൂർത്തികളെയോ അങ്ങനെ എന്തെങ്കിലും അവര് മലപ്പുലയന്റെ പ്രധാന മൂർത്തി എന്ന് പറയുന്നത് മാരിയമ്മൻ. അവർ ദേവീപ്രീതിക്കായിട്ടാണ് ഇവര് ഈ നൃത്തം ആടുന്നത്. പിന്നെ അവരെ വിവാഹവേളയിലും വേട്ടാടി മൃഗങ്ങളെ ശേഖരിച്ച് ഒരു വിനോദവേളകളിലും ഇവര് ഇത് കളിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് പ്രധാനമായിട്ടും ഈ ഡ്രംസുകളൊക്കെ അവര് വായിച്ചു തന്നെയാണ് ഉപയോഗിക്കുന്നത്. ലൈവായിട്ട് അല്ല, ഇന്നിപ്പോ ലൈവ് അല്ല ചെയ്യുന്നത്, റെക്കോർഡാണ് നമ്മൾ ഉപയോഗിച്ചിരുന്നത്. അതായത് ഈ ഒരു പരമ്പരാ വാദ്യോപകരണം കിട്ടാൻ വളരെ പ്രയാസമാണ്, അതിന് ഒരുപാട് കോസ്റ്റ്ലി ആവും. അപ്പൊ അതുകൊണ്ട് ഞങ്ങള് ഇക്കൊല്ലം മാനുവലിൽ പറഞ്ഞിട്ടുണ്ട് റെക്കോർഡ് ചെയ്യാവുന്നത്. കോസ്റ്റ്യൂം ഇത് അവര് ഉപയോഗിക്കുന്ന ഇങ്ങനത്തെ ഒരു സാരിയാണ്, ഇതേപോലത്തെ ഒരു സാരിയാണ് ഉപയോഗിക്കുന്നത്. അത് നോക്കിയാണ് നമ്മൾ മേടിച്ചത്. അല്ല, പുരുഷന്മാരും കൂടിച്ചേർന്നാണ് ഈ കല അഭ്യസിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ കണ്ട വിശേഷം മലയ പുലയാട്ടം. കൊട്ടാരക്കരയ്ക്ക് പരിചിതമല്ലാത്ത ഒരു കലാരൂപം. ഇതുപോലുള്ള 5 ഗോത്ര കലാരൂപങ്ങളാണ് ഈ സ്റ്റേജിൽ നിറഞ്ഞാടിയത്. ഇതുപോലുള്ള ഗോത്രകലകൾ, മലയപ്പുലയാട്ടവും അങ്ങനെ വിവിധങ്ങളായ ഗോത്രകലകൾ വിശേഷങ്ങളുമായി നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ടാവും.